ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാദ്രീസ് യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം. ഞാനിപ്പോൾ ആയിരിക്കുന്നത് പാലാ രൂപീകരണപ്പെട്ട മണിയംകുളം ഇടവകയിലെ അറയ്ക്കപ്പറമ്പിൽ ദേവിച്ചേട്ടൻ്റെ ഭവനത്തിലാണ്. ദേവിച്ചേട്ടൻ്റെ വീടിൻ്റെ മുൻഭാഗത്തേക്ക് എത്തിച്ചേരുവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവരുടെ ഒരു പ്രിയപ്പെട്ട മകനായ ബിബിനുമായിട്ടുള്ള ഒരു നിയോഗ യാത്രയെക്കുറിച്ച് പരിചയപ്പെട്ടതുകൊണ്ടാണ്. ആ ഒരു പ്രത്യേക നിയോഗ യാത്ര മറ്റ് ഇടവകളിലൊന്നും കാണാൻ സാധിക്കാത്തത് കൊണ്ടും ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയായിട്ട് കണ്ടതുകൊണ്ടും മാത്രമാണ് ഇത് ഒരു എപ്പിസോഡ് പോലെ പുറത്തിറക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ഒരു ഭവനത്തിൽ എത്തിച്ചേരുകയും ഈ ഒരു വീഡിയോ ചിത്രീകരിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് ദേവിച്ചേട്ടനും ശ്രീമതിയും ഒപ്പം നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം, എന്തായിരുന്നു ഈ ഒരു നിയോഗ യാത്രയുടെ അർത്ഥം, ലക്ഷ്യം, ദൗത്യം. അത് ഇങ്ങനെ 2025 പൂർത്തീകരിച്ച് നിൽക്കുമ്പോൾ ഇത് എന്നാണ് ആരംഭിച്ചത്, എങ്ങനെയായിരുന്നു കടന്നുപോയത്, എങ്ങനെയാണ് ഈ ദൗത്യ നിർവഹണത്തിന് വേണ്ടി അവർ ഒരുങ്ങിയത്, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാൻ സാധിക്കും. രണ്ടുപേരും ഇവിടെ റെഡിയാണ്. കുറേ ഡയറി കുറിപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ നിൽക്കുന്നത്. അതൊക്കെ ഇവരുടെ ഈ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ട്, നിയോഗ യാത്രയുടെ ഭാഗമായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന കുറിപ്പുകളാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നത് 2015 തൊട്ടാണ് ഇവരുടെ യാത്രയുടെ ആരംഭം കുറിക്കുന്നത്. ഈ ഒരു നിയോഗ യാത്ര, അതിനെപ്പറ്റി ഒരു നല്ലൊരു വിവരണം നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പാദ്രീസ് യാത്രയുടെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം. രണ്ടുപേരെയും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. 24/3/2015 പാലാ രൂപതയിലെ പള്ളിയിലെ തീർത്ഥാടനം ആരംഭിച്ചു. തീർത്ഥാടനം ആരംഭിച്ചത് എൻ്റെയൊക്കെ പൂർവികന്മാരുടെ ഇടവകയായിരുന്ന തെറനാട് പള്ളിയിൽ നിന്നാണ്. തെറനാട് സെൻറ്റ് ജോസഫ് ചർച്ചിൽ നിന്നാണ് ആരംഭിച്ചത്. ആ സെൻറ്റ് ജോസഫ് ചർച്ചിൽ നിന്ന് ആരംഭിച്ച് അന്ന് ചെമ്മനമറ്റം, വാര്യാനിക്കാട്, ചേറ്റുതോട്, പൈക, മല്ലീശ്ശേരി, പൈക, പൂവരണി, അതുപോലെ അന്ന് 12 പള്ളികളിൽ തീർത്ഥാടനം നടത്തി. അതുപോലെ തന്നെ ഓരോ ദിവസവും ഇങ്ങനെ പല പള്ളികളിലായി തീർത്ഥാടനം നടത്തി. അത് 17 ദിവസം കൊണ്ട് അത് പൂർത്തീകരിച്ചു. 17 ദിവസം എടുത്തല്ലേ? 17 ദിവസം. അത് 17 ദിവസം എടുത്തതെന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പോകുന്നത്. പാലാരൂപതയിൽ അംഗഭാഗമായ നമ്മുടെ മുത്തോലപുരം, അതുപോലെ തന്നെ ഇടഞ്ഞി, ആ അങ്ങോട്ട് പോകുമ്പോൾ രാവിലെ പോകും. രാവിലെ പോയി ഇവിടെ നിന്ന് ഞാനും ഭാര്യയും മകനും, എൻ്റെ വയ്യാത്ത ഒരു പയ്യനുണ്ട്, ബിബിൻ ജോർജ്. അവന് യാത്ര വളരെ ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങൾ ഈ നിയോഗം തിരഞ്ഞെടുത്തത്. അപ്പോൾ ഞങ്ങളോടൊപ്പം അയലോക്കംകാർ പലരും പോന്നിട്ടുണ്ട്. അവരെയും കൂടെ കൊണ്ടുപോകും. ഞങ്ങളുടെ കാറയിൽ 5 പേരെ പോകാവുന്നത് കൊണ്ട് ഞങ്ങളുടെ കാറിൽ പലരും അയലോക്കംകാരെയും ഞങ്ങളിങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് ആ കൂട്ടത്തിൽ. അങ്ങനെ പോയി 17 ദിവസം കൊണ്ട് അത് പൂർത്തീകരിച്ചത് അവസാനം നമ്മുടെ മണിയംകുളം ഇടവകപ്പള്ളിയിൽ വന്നാണ് പൂർത്തീകരിച്ചത്. ഒരു സെൻറ്റ് ജോസഫ് നാമധേയത്തിലുള്ള പള്ളിയിൽ നിന്ന് ആരംഭിച്ച് സെൻറ്റ് ജോസഫിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയിൽ തന്നെ അവസാനിച്ചു 2015. ആ വർഷം 2015 തന്നെ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ ഉള്ള പള്ളിയിലേക്ക് ഞങ്ങൾ തീർത്ഥാടനം ആരംഭിച്ചു. 2015 ഡിസംബർ മാസം കാഞ്ഞിരപ്പള്ളി രൂപതയിൽ 142 പള്ളിയാണ്. കാഞ്ഞിരപ്പള്ളി 142 പള്ളി. അത് രാമക്കൽമേട് മുതൽ ഇങ്ങോട്ട് പുനലൂർ വരെയാണ് ആ പള്ളി കിടക്കുന്നത്. അതായത് തിരുവനന്തപുരം അടുത്ത് പുനലൂർ വരെയാണ് കിടക്കുന്നത്. ആ 142 പള്ളികളിലും ഞങ്ങൾ തീർത്ഥാടനം ആരംഭിച്ചു. വാഗമണ്ണ് മുതലങ്ങ് തുടങ്ങി. വാഗമണ്ണ് മുതൽ ആരംഭിച്ച് ആ എല്ലാ പള്ളികളിലും ചെന്ന് ഞങ്ങൾ പൊതിയൊക്കെ കെട്ടിയാണ് പോകുന്നത്. ഇവിടുന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ രാവിലെ പോകും. അങ്ങനെ പോയപ്പോഴും ഞങ്ങൾ ആ പ്രദേശമായിട്ട് ബന്ധമുള്ള 1-2 വ്യക്തികളെ, ഈ നാട്ടുകാരെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുപോയിരുന്നു. ഒരു കുടുംബസഹിതം കൊണ്ടുപോയിരുന്നു. കാരണം വണ്ടിയിൽ ഇടയുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളങ്ങനെ തീർത്ഥാടനത്തിന് പോകുമ്പോൾ കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി പല ദിവസങ്ങളിലും പോയി. അത് 14 ദിവസം കൊണ്ട് കാഞ്ഞിരപ്പള്ളി രൂപതയിലുള്ള എല്ലാ പള്ളികളിലും 14 ദിവസം കൊണ്ട് പൂർത്തീകരിച്ചു. തുടർച്ചയായല്ല, കാരണം ആഴ്ചയിൽ ചിലപ്പം 2 ദിവസമൊക്കെ പോകുള്ളൂ. അങ്ങനെ 14 ദിവസം കൊണ്ട് കാഞ്ഞിരപ്പള്ളി രൂപതയിലുള്ള എല്ലാ പള്ളികളിലും പോയി പൂർത്തീകരിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപതയെ അരവനെ ചെന്നാണ് ഞങ്ങൾ ലിസ്റ്റ് മേടിച്ചത്. ലിസ്റ്റ് മേടിച്ചിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ പാലായിൽ സെൻറ്റ് ജോസഫ് പ്രസിറ്റ് എന്നാണ് ഡയറക്ടർ നോക്കി തയ്യാറാക്കി അതിന്റെ ഡയറികളാണ് മുഴുവൻ കാണാൻ സാധിക്കുന്നത്.
ആ ഡയറി നോക്കി തയ്യാറാക്കി അതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡയറികൾ ചേച്ചിയുടെ കയ്യിലാണല്ലോ ഇരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അതിൻ്റെ റൂട്ടും പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയ ഡയറികൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പറഞ്ഞു അങ്ങനെ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മുഴുവൻ പൂർത്തീകരിച്ചു. അതിനുശേഷം വീണ്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വീണ്ടും ഒരാഗ്രഹം ഉണ്ടായി. കാരണം വീണ്ടും ആഗ്രഹം ഉണ്ടായി പാലാ രൂപതയിലെ പള്ളികളിലേക്ക് വീണ്ടും ഒരു തീർത്ഥാടനം കൂടി രണ്ടാം വട്ടം തീർത്ഥാടനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ആ തീർത്ഥാടനം ഞങ്ങൾ ആരംഭിച്ചതെന്ന് പറയുന്നത് 16/12/2024 ഒന്ന് കാണിക്കാം. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ ഡയറി ഒന്ന് കാണിക്കുകയാണ്. ഒന്ന് അടുത്തേക്ക് പോരെ. ഇങ്ങനെ ഫോട്ടോ സഹിതം എടുത്ത് ഡയറക്റ്റിലെ ഫോട്ടോ സഹിതം എടുത്ത് തയ്യാറാക്കിയാണ്. അങ്ങനെയാണ് ഈ ഒരു ഡയറി മുഴുവനും എല്ലാ പള്ളികളുടെയും ലിസ്റ്റ് കൃത്യമായിട്ട് ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഇവരെ ഒരു നിയോഗ യാത്ര ആരംഭിച്ചത്. രണ്ടാം വട്ടമാണെന്ന്. 16/12 മണിയംകുളം പള്ളിയുടെ മുൻ വികാരിയത്തിനായ ഫാദർ അലക്സ് പൈകടയാണ് ഞങ്ങളെ ആശീർവദിച്ച് ഒരു 12 മണിയായപ്പോൾ ഞങ്ങളെ യാത്രയാക്കി. അതും സെന്റ് ജോസഫ് ചർച്ചിൽ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. ആദ്യത്തെ യാത്ര ആരംഭിച്ചത് സെന്റ് ജോസഫ് ചർച്ചിൽ നിന്നാണ്. വീണ്ടും ആരംഭം കുറിച്ചിരിക്കുന്നത് സെന്റ് ജോസഫ് ചർച്ചിൽ നിന്നാണ്. അവസാനിപ്പിച്ചത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരിയച്ചൻ ഈയിടെ ഫാദർ പോൾ പാറപ്ലാക്കൽ അവർ ഇവിടെ മണിയംകുളം പള്ളിയിൽ വന്ന ശേഷമാണ്. ആ മണിയംകുളം പള്ളിയിൽ വന്ന ശേഷം ഫാദർ പോൾ പാറപ്ലാക്കലും ഞങ്ങളോടൊപ്പം 11 പള്ളികളിൽ കൂടെ പോയി. ഒരു ദിവസം രാവിലെ 8:30 ഇവിടുന്ന് പോയിട്ട് 9:15 മുള്ളനാട് പള്ളിയിൽ തുടങ്ങി. അവിടെ വന്ന് ഞങ്ങൾ 11 പള്ളിയിൽ പോയി 2:30 അരുവിത്തറ പള്ളിയിൽ വന്ന് അത് പൂർത്തീകരിച്ചു. ആ നിയോഗത്തിൽ പൂർത്തീകരിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയത്തിനുണ്ടായിരുന്നു എന്നത് ഞങ്ങൾ അങ്ങേറ്റം സന്തോഷവാന്മാരാണ്. കാരണം ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചോളം വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം ഇതിന് മുമ്പൊന്നും വിട്ടുപോയിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി രൂപതയിൽ പൂർത്തീകരിച്ചപ്പോൾ അതായത് 17 പള്ളികളിൽ ലാസ്റ്റ് പോകാനുണ്ടായിരുന്നു. ആ പോകാനുള്ളപ്പോൾ അന്നത്തെ വികാരിയത്തിനായിരുന്ന ഇപ്പോൾ മരിച്ചുപോയ നമ്മുടെ ഫാദർ തോമസ് പുരയിടത്തിലച്ഛനും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഈ ആ യാത്രയിൽ പോയപ്പോൾ തോമസ് പുരയിടവും എൻ്റെ മകൻ്റെ ഭാര്യയും ഉൾപ്പെടെ ഞങ്ങൾ സകുടുംബമായിരുന്നു അതിൽ പോയത്. എൻ്റെ മകനും മകൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള മകൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ മകൻ ഷൈൻ്റെ മൂത്ത മകൻ്റെ ഭാര്യയുണ്ട്. അവരന്ന് ഇവിടെ എത്തിയിരുന്നു. അവർക്ക് പിള്ളേരില്ലായിരുന്നു. അപ്പം 2 പിള്ളേരായി. അപ്പം ഞങ്ങൾ എല്ലാ മക്കൾക്കും വേണ്ടിയാണ്. ഞങ്ങൾ 11 പേരുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ. എല്ലാവർക്കും വേണ്ടിയാണ് ഈ നിയോഗം നടത്തി ഈ ഒരു നിയോഗ യാത്ര പൂർത്തീകരിച്ചിരിക്കുന്നത്. ഫൊറോന പള്ളിയിൽ അരുവിത്തറ ഫൊറോന പള്ളിയിലാണ് ഇതിൻ്റെ സമാപനം കുറിച്ചിരിക്കുന്നത്. അതിനു മുമ്പും ഫൊറോന പള്ളികളിൽ പല പ്രാവശ്യം പോയി കുർബാന കാണുകയും തിരുക്കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സമാപനം ഫൊറോന പള്ളിയിൽ അരുവിത്തറ വെള്ളിച്ചൻ്റെ അടുക്കലാകണം എന്നുള്ള ചിന്ത അവർക്കുള്ളത് കൊണ്ടാണ് സമാപനം അവിടെ കുറിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അനുഗ്രഹീതമായ ധന്യമായ ഒരു യാത്രയുടെ സമാപനമാണ് അവർ നടത്തി. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അവരായിരിക്കുന്നത്. ഈ ഒരു സന്തോഷം മറ്റുള്ളവർക്കും കൂടെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് ഈ പാദ്രീസ് യാത്രയുടെ ഈ എപ്പിസോഡിൽ പ്രധാനമായിട്ടും ഇത് ഉൾപ്പെടുത്തുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു നിയോഗ യാത്ര കാഞ്ഞിരപ്പള്ളി രൂപതയിലെ തീർത്ഥാടന യാത്ര നടത്തിയതിൻ്റെ നല്ല ഒരു ഡയറി കുറിപ്പുകളാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എല്ലാ ലിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ മോഡൽ മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ ഒരു നിയോഗ യാത്ര 3 വട്ടം, അതായത് പാലാരൂപതി 2 പ്രാവശ്യവും കാഞ്ഞിരപ്പള്ളി രൂപത ഒരു ഭാഗവുമായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ദൈവത്തിനോടുള്ള ആ വാത്സല്യവും സ്നേഹവും ഒരപ്പൻ എപ്രകാരം പ്രകടമാക്കുന്നു എന്നുള്ളതാണ് ചിന്തനീയമായ ഒരു കാര്യം എന്ന് പറയുന്നത്. മേലാത്ത ഒരു കുഞ്ഞാണ് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചായിരുന്നു. അവൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ഒരു നിയോഗ യാത്ര പോലെ അവരെടുത്തിരിക്കുകയാണ്. ഒരു മകനോട് ഒരു അപ്പന് ഇത്രമാത്രം വാത്സല്യപൂർവ്വം പെരുമാറാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവും വെല്ലുവിളിയുമാണ് ഇവിടെ നിൽക്കുന്ന ഈ ഒരു മാതാപിതാക്കൾ എന്ന് പറയുന്നത്. സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു പാദ്രീസ് യാത്ര ഈ മണിയംകുളം ഇടവകയിലെ അറയ്ക്കപ്പറമ്പൽ ഫാമിലിക്ക് വേണ്ടി.